ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നോമ്പിൻ്റെ സ്പെഷ്യലായിട്ടുള്ള തരിപ്പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതായിട്ടാണ്. അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ സേമി പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമി നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനത്തതാണ് വാങ്ങിയപ്പോൾ കിട്ടിയത്. അപ്പോൾ നീളമുള്ളതായതുകൊണ്ട് തന്നെ ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച സേമിയ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല, ഇട്ട് കൊടുക്കാതെ അത് ഇത്തിരി വെള്ളം വെച്ചിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കലക്കിയാൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് റവ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ കട്ടായിട്ട് വരും. അപ്പോൾ അത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കലക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ റവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. റവ ഇട്ടാൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടിയായിട്ട് അത് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലാണ് ഏറ്റവും തരിപ്പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എടുക്കാറ് തേങ്ങാപ്പാലാണ്. നമുക്ക് സാദാ പാൽ വേണമെങ്കിലും എടുക്കാം, പക്ഷേ തേങ്ങാപ്പാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് വന്ന് ഏലക്കായ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഏലക്കായ എന്തായാലും ഇട്ട് കൊടുക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു ഇതൊക്കെ കിട്ടും. അപ്പോൾ പിന്നീട് ഞാൻ അതിലേക്ക് താളിക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ കൊത്താക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അത് നെയ്യിലിട്ട് വാട്ടിയിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ കൂടാതെ അതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളിയും കുറച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ നെയ്യ് ഒരു പാൻ വെച്ചിട്ട് നെയ്യ് നന്നായി ചൂടാക്കി അതിലേക്ക് ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ഒരു ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ പിന്നെ അണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോണതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് നന്നായി ഒരു ബ്രൗൺ നിറത്തിലാവുമ്പോഴേക്കും ഞാൻ അണ്ടിയും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഞാൻ ആ തരിയിൽ നമ്മൾ മാറ്റി വെച്ച തരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഈ തരിപ്പായസം. അപ്പം നോമ്പിന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. വളരെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നോമ്പിനൊക്കെ ഭയങ്കര നല്ലൊരു ഐറ്റമാണ്, ക്ഷീണത്തിനൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്